അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 3-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് തജ്വീദിൽ നിന്നും ചോദിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ചോദ്യം 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ തൊണ്ടയുടെ താഴെ അറ്റം, തൊണ്ടയുടെ മുകൾ അറ്റം, തൊണ്ടയുടെ മധ്യം, മണിക്കൽ, ശബ്ദരീതി, ശബ്ദം നേർപ്പിക്കൽ എന്നെല്ലാം തന്നിട്ടുണ്ട്. ഒന്നാമത്തത് അക്സൽ ഹൽക്ക്. അക്സൽ ഹൽക്ക് തൊണ്ടയുടെ താഴെ അറ്റം. 2. വസ്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യം. 3. അദ്നൽ ഹൽക്ക് തൊണ്ടയുടെ മുകൾ അറ്റം. 4. തർക്കീക്ക് ശബ്ദം നേർപ്പിക്കൽ. 5. ഉന്നത്ത് മണിക്കൽ. 6. സിഫാത്ത് ശബ്ദ രീതി. രണ്ടാമത്തത് താഴെ ഉദാഹരണങ്ങളിലെ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. 6 ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഹൽക്കിൻ്റെ അക്ഷരങ്ങളൊക്കെ റൗണ്ട് ഇട്ട് കൊടുക്കാനാണ് പറയണത്. ഏതെല്ലാമാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ? അംസ് ആഹ്, ഐന് ആഹ്, വൈന് ഹാഹ്. അതിനെല്ലാം റൗണ്ട് ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോളങ്ങൾ പൂർത്തിയാക്കാം. ഒന്നാമത്തത് ഹൽക്കെന്ന് തന്നിട്ടുണ്ട്. ഹൽക്കെന്ന് പറഞ്ഞാൽ തൊണ്ട. 3 മഖ്റജാണ് അല്ലേ. 2 നാവ് എന്നാണ് തന്നിട്ടുള്ളത്. ലിസാന്, നാവ്, പത്ത്. മൂന്നാമത്തത് ഷഫതാനി 2 ചുണ്ടുകൾ 2. നാലാമത്തത് ഹൈഷൂം തരിമൂക്ക് 1. 5 ജൗഫ് വായയുടെ ഉൾഭാഗം 1. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ? നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാകും. രണ്ടാമത്തെ, ഖുർആൻ പഠിക്കണം എങ്ങനെ? ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ പഠിക്കേണ്ടത്. 3. ഖുർആൻ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട്? 23 വർഷം കൊണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തമാക്കാം. ഖുർആനിൻ്റെ പ്രത്യേകതകളിൽ 2 എഴുതാനാണ്. ഒരു മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ ഖിയാമത്ത് നാൾ വരെ ഖുർആൻ നിലനിൽക്കും. അത് എല്ലാ കാലത്തേക്കും അനുയോജ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോജിസത്താണ്. ഇതൊക്കെ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ ഉദാഹരണങ്ങളിൽ ഹൽക്കിൻ്റെ ഹർഫുകൾക്ക് റൗണ്ട് ചെയ്യാം. രണ്ടാമത്തത് യോജിപ്പിക്കാം. ലിസാന്, ഹൽക്ക്, ഷഫതാനി, ജൗഫ്, ഹൈഷൂം എന്ന് തന്നിട്ടുണ്ട്. അപ്പുറത്ത് തൊണ്ട, വായയുടെ ഉൾഭാഗം, തരിമൂക്ക്, നാവ്, 2 ചുണ്ടുകൾ എന്നും തന്നിട്ടുണ്ട്. അത് യോജിപ്പിക്കാനാണ്. ഉത്തരം ലിസാന് നാവ്, ഹൽക്ക് തൊണ്ട, ഷഫതാനി 2 ചുണ്ടുകൾ, ജൗഫ് വായയുടെ ഉൾഭാഗം, ഹൈഷൂം തരിമൂക്ക്. മൂന്നാമത്തത് പൂർത്തിയാക്കാം. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഡാഷ് ഗ്രന്ഥമാണ്. 2. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഡാഷ്. ഉത്തരം മോജിസത്താണ്. 3. ഖുർആൻ ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും ഡാഷ് പ്രതിഫലമുള്ളതാണ്. 4. ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ ഡാഷ്. ഉത്തരം പഠിക്കേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ പാരായണം കുറ്റകരമാകും എപ്പോൾ? നിയമങ്ങൾ പാലിക്കാതെയുള്ള പാരായണം കുറ്റകരമാണ്. 2. ഖുർആൻ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട്? 23 വർഷം കൊണ്ട്. 3. തജ്വീദ് എന്ന് പറയുന്നു ഏതിന്? ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. 4. അക്സൽ ഹൽക്ക് എന്നാൽ എന്ത്? തൊണ്ടയുടെ ഏറ്റവും താഴെ അറ്റത്തിനാണ് അക്സൽ ഹൽക്ക് എന്ന് പറയുന്നത്. 5. അറബി ആക്കാം. മണിക്കൽ ശബ്ദം കനപ്പിക്കൽ, ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം, ശബ്ദം നേർപ്പിക്കൽ, ശബ്ദരീതി എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അറബി എഴുതാനാണ്. മണിക്കൽ എന്ന് പറഞ്ഞാൽ ഉന്നത്ത്,
ശബ്ദം കനപ്പിക്കൽ തഫ്ഹീം, ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം മഖ്റജ്, ശബ്ദം നേർപ്പിക്കൽ തർക്കീക്ക്, ശബ്ദരീതി സിഫാത്ത്.